ആ ഗ്രീഷ്മയ്ക്കൊരു വധശിക്ഷ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്കെല്ലാം വലിയ സന്തോഷമായി കാണും. അങ്ങനെയാണല്ലോ അല്ലേ? പക്ഷേ ഒരു വേദഭാഗം വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 10-12 ആദ്യം വായിക്കാം. റോമൻസ് 3:10-12 and then 18. റോമർ 3:10-12. നീതിമാൻ ആരുമില്ല, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. 12. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. 18. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. കാര്യം മനസ്സിലായോ? ദൈവഭയമില്ലെങ്കിൽ ഉള്ള അവസ്ഥയാണ് എഴുതിയിരിക്കുന്നത്. നീതിമാൻ ഇല്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും, ചിലരല്ല, എല്ലാവരും വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനും ഇല്ല, അതും ഒരുത്തം പോലുമില്ല. 36-ാം സങ്കീർത്തനം 1-ാം വാക്യം, Psalm 36:1. അവിടെ ദുഷ്ടന് തൻ്റെ ഹൃദയത്തിൽ പാപദേശമുണ്ട്. ആ വാക്കിൻ്റെ അർത്ഥം ഇപ്പോഴും പലർക്കും പിടികിട്ടിയില്ല. അത് ഞാനും പഠിച്ചിട്ട് പിന്നെ പറഞ്ഞുതരാം. അവൻ്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. സത്യം പറയണമല്ല. ഇപ്പം എല്ലാ ഞാൻ മലയാളം മുൻഷിയൊന്നുമല്ല. അവൻ്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. കണ്ടോ? ദൈവഭയമില്ല എന്നുള്ള കാര്യമാണ്. എപ്പോഴൊക്കെ ദൈവഭയം നമ്മളെ വിട്ടു പോകുന്നുവോ അപ്പോഴൊക്കെ സംഭവിക്കുന്ന കാര്യം, അവിടെ ശരിക്കും പറഞ്ഞാൽ പാപം അവിടെ ഉണ്ടാവും. ദൈവഭയം ഇല്ലാത്തടത്ത് പാപം ചെയ്യാൻ നമുക്ക് ഒരു മടിയില്ല, ഒരു പേടിയും ഉണ്ടാകത്തില്ല. ദ ലോസ് ഓഫ് ദ ഫിയർ ഓഫ് ഗോഡ് ഈസ് ദ റൂട്ട്, അല്ലേ? ഈ വേരെന്താന്ന് വെച്ചാൽ ദൈവഭയമില്ല. അങ്ങനത്തെ വേരാണെങ്കിൽ അവിടെ ഒരു ഫ്രൂട്ടും ഉണ്ടാവും. എന്താണ്? സിൻ, പാപമായിരിക്കും അടുത്ത ഫലം. വേര് ദൈവഭയമില്ലായ്മയാണെങ്കിൽ ഫലം പാപമായിരിക്കും. ഇത് നല്ലവണ്ണം ഓർക്കണം. ഇന്ന് വിശുദ്ധിയെപ്പറ്റി, ദൈവഭയത്തെപ്പറ്റി, വേർപെട്ട് ജീവിക്കുന്നതിനെ പറ്റി എത്രത്തോളം പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കണം, അല്ലേ? അത് എന്നോടൊക്കെ പലരും ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിളിച്ചിട്ട് പറയും, പാസ്റ്റർ ഞങ്ങൾ ഒരു ചർച്ചിലാണ് പോകുന്നത്, ഞങ്ങൾക്ക് നല്ല കൂട്ടായ്മയാണ്, നല്ല പാസ്റ്ററാണ് ഞങ്ങളുടെ. പക്ഷേ ഒരു പ്രശ്നം, ഇങ്ങനത്തെ കാര്യങ്ങൾ ഞങ്ങളൊന്നും കേൾക്കുന്നില്ല പാസ്റ്ററെ. ഇതൊരു വലിയ പ്രശ്നമാണ്. എന്തായാലും വൈകിയാണെങ്കിലും ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ദൈവഭയം, വിശുദ്ധ ജീവിതം, ദൈവത്തോട് ചേർന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടുള്ള ജീവിതം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ദൈവം കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് നിരന്തരമായി നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ നേരെ മുന്നിലിരുന്ന് കേട്ട നിങ്ങളായിരിക്കും ആദ്യം ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ടി വരുന്നത്. പിന്നീടേ ഉള്ളൂ ഓൺലൈനിൽ കേൾക്കുന്നവർ. നേരിട്ടിരുന്ന് കേട്ട് തലകുനിക്ക് പോകുന്നവർ വേണം ആദ്യം ദൈവത്തോട് കണക്ക് കൊടുക്കണം. അതുകൊണ്ട് ഈ കേൾക്കുന്ന വചനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ അത് വലിയ മാറ്റത്തിന് കാരണമായി തീരട്ടെ. ഇപ്പോൾ നമുക്ക് പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പം അവിടെ ഈ പറഞ്ഞ പോലെ മോശയുടെ ജനനത്തിൽ ഒരു പ്രശ്നമുണ്ടായി. നമുക്കറിയാം, എല്ലാ എബ്രായ ബാലന്മാരെയും കുഞ്ഞുങ്ങളെ, ആൺകുഞ്ഞാണോ തട്ടിയേക്കാൻ പറഞ്ഞു. ആരെയാണ് അത് ഏൽപ്പിച്ചത്? മിഡ് വൈഫ്സിനെയാണ്. സൂതികർമ്മിണികൾ, അതായത് മിഡ് വൈഫ്സ്, പ്രസവം എടുക്കുന്ന സ്ത്രീകൾ, അവരെ ഏൽപ്പിച്ചു. പക്ഷേ അവിടെ ഇൻട്രസ്റ്റിംഗ്ലി അവിടെ ഒരു കാര്യം, പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 17-ാം വാക്യം, എക്സഡസ് ചാപ്റ്റർ 1:17. സൂതികർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു. അതുകൊണ്ട് എന്ത് ചെയ്തു? അവർ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചു. ഈ മിഡ് വൈഫ്സ് അവർ ദൈവഭയമുള്ളവരായതുകൊണ്ട് രാജാവിൻ്റെ കൽപ്പനയെ അവരനുസരിച്ചില്ല. കാരണം എന്താ? ദൈവത്തെ അവർ ഭയപ്പെട്ടു. അതുകൊണ്ട് 21-ാം വാക്യത്തിൽ അവർ ദൈവത്തെ ഭയപ്പെടുക കൊണ്ട് അവൻ അവർക്ക് കുടുംബവർദ്ധന നൽകി. അതിൻ്റെ അർത്ഥം ഗോഡ് ഈസ് ദ ഗോഡ് ഹു റിവാർഡ്സ്, അല്ലേ? പ്രതിഫലം തരുന്ന ദൈവമാണ്. അവിടെ നോക്കിയേ, ദൈവത്തെ ഭയപ്പെട്ട് രാജാവിൻ്റെ കൽപ്പനയെ പോലും അനുസരിക്കാതെ
അവർ പ്രവർത്തിച്ചത് കാരണം ആ ദൈവഭയം ദൈവം കണ്ടിട്ട് ദൈവം അവരെ അനുഗ്രഹിച്ചു. ഇതെന്തിനാണ് ഞാനിപ്പം പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നാളെ ഒരുപക്ഷെ നാടിൻ്റെ നിയമം വളരെ കർശനമാവും. നാളെ സുവിശേഷം പറയരുത്, ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, അല്ലേ എന്നൊക്കെ നാളെ ഒരു നിയമം വന്നെന്നിരിക്കും. അല്ലെങ്കിൽ കൂടി ഒരുന്നിങ്ങനെ ആരാധിക്കരുത് എന്നൊക്കെ നാളെ നിയമങ്ങൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം തന്നെ UP-ൽ പാസ്റ്റർമാർ അറസ്റ്റായി, അല്ലേ, നമുക്കറിയാം. പക്ഷെ അതിനിടയ്ക്ക് ചില കമൻസ് കേൾക്കുന്നു, എന്തിനാ അവർ ട്രാക്ട് കൊടുത്ത്? അറിയത്തില്ല അവിടെ ട്രാക്ട് കൊടുക്കരുതെന്ന്. അങ്ങനത്തെ ചില സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമം ഉള്ളിടത്ത് അത് പറയരുത്, യേശുവിനെ പറ്റി പറയരുത്, അവിടെ പ്രസംഗിക്കരുത്, അവിടെ ഈ പറഞ്ഞ ട്രാക്ട് കൊടുക്കരുത്, അവിടെ പ്രാർത്ഥിക്കരുത്. ഇപ്പം തന്നെ വേറൊരു പുതിയൊരു ബില്ല് നമുക്കറിയാം. അതിപ്പോൾ എത്രയും പെട്ടെന്ന് ഇനിയിപ്പം ഓരോ മന്ത്രിസഭകളും പാസ്സാക്കും. എന്താണ് ഈ ദുർമന്ത്രവാദം, ഈ നരബലി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് നിയന്ത്രിക്കാൻ വേണ്ടി നമ്മുടെ നിയമസഭയിൽ ബില്ലെല്ലാം എഴുതി വെച്ചതാണ്. അന്ന് പാസ്സാക്കിയില്ല എന്നേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും പാസ്സാക്കും. ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? അത് ഉദ്ദേശിക്കുന്നത് ദുർമന്ത്രവാദത്തിനെതിരെയാണെങ്കിലും അത് ചക്കിന് വെച്ചത് കൊക്കിനായിരിക്കും കൊള്ളുന്നത്. ആരാണ് ഈ കൊക്ക്? കൊക്കുകളൊക്കെ സൂക്ഷിച്ചോ. അന്ന് ഈ പറഞ്ഞ പോലെ യേശു സൗഖ്യദായകനാണെന്ന് പറഞ്ഞിട്ട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ജാമ്യമില്ലാത്ത കുറ്റമാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന വക്കീലിരിപ്പുണ്ട്, ഇവിടെ ചോദിച്ചാൽ മതി, അല്ലേ? സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള നിയമങ്ങൾ പാസ്സാവും പ്രിയപ്പെട്ടവർ, ഉറപ്പാണ്. അന്ന് നമുക്കൊരു വിശ്വാസത്തോടെ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. യേശു മാത്രമേ രക്ഷയ്ക്കുള്ള വഴിയായിട്ട്, യേശു മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റാത്ത അവസ്ഥ വരും. ഇങ്ങനെ കൂടി വന്ന് നമുക്ക് ആത്മാവിൽ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടെന്നിരിക്കും. പക്ഷേ അങ്ങനെയുള്ള നിയമങ്ങൾ വരുമ്പോഴും നമ്മൾ ആരെ അനുസരിക്കും എന്നുള്ളൊരു പ്രശ്നമാണ്. അവരോ ദൈവത്തെ ഭയപ്പെട്ടു, രാജാവ് പറഞ്ഞത് അവരെ അനുസരിച്ചില്ല എന്ന് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അത് ദൈവം കണ്ടവരെ അനുഗ്രഹിച്ചു എന്നും എഴുതിയിട്ടുണ്ട്. ഓക്കെ, സദൃശവാക്യം 16-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, പ്രോവേർബ്സ് ചാപ്റ്റർ 16 വേഴ്സ് 6, ദയയും വിശ്വസ്തതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു, യഹോവ ഭക്തി കൊണ്ട് മനുഷ്യർ ദോഷത്തെ വിട്ടകലുന്നു. By the fear of the Lord one departs from evil. ഒരാൾ ഈ പറഞ്ഞ പോലെ ദോഷം വിട്ടകലണമെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, ദൈവഭയമുള്ളത് കൊണ്ട് ദോഷം വിട്ടകലും. ഇന്ന് ലോകം ദോഷത്തിലേക്ക് അധികം നടന്നെടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ദോഷം വിട്ട് അകന്നകന്ന് പോയിക്കോളും. അതിനൊറ്റ കാരണമേ ഉള്ളൂ, എന്താണ്? ദൈവഭയം ഉള്ളിലുണ്ട്. നാട്ടിലെ നിയമത്തിൻ്റെ കാഠിന്യമല്ല, നമ്മുടെ ഉള്ളിൽ ദൈവഭയം ഉള്ളതുകൊണ്ട് നമ്മൾ ദോഷം വിട്ടകന്നു പോവും, അല്ലേ? അവിടെയാണ് ശരിക്കും അത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ സദൃശവാക്യം തന്നെ 8-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലും അവിടെ മറ്റൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു. ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ടു ഹേറ്റ് ഈവിൽ. നേരത്തെ പറഞ്ഞു ഡിപ്പാർട്ട്, ഇപ്പം ഹെയ്റ്റ്. എനിക്കൊരു ദോഷം കണ്ട ഐ ഹേറ്റ് ഇറ്റ്. ഇന്ന് ദോഷം കണ്ടിട്ട് ആരും ഐ ഹേറ്റ് യു എന്ന് പറയുന്നില്ല. ഭർത്താവും ഭാര്യയും അന്യോന്യം കണ്ടിട്ട് ഐ ഹേറ്റ് യു. ഇപ്പോൾ ഒരു സ്ഥിരം കലാപരിപാടിയാണ്, ഭാര്യയും ഭർത്താവും അന്യോന്യം കണ്ട ഐ ഹേറ്റ് യു, അല്ലേ? മക്കൾ ദേഷ്യം വരുമ്പോൾ ഇപ്പം നേരെ ഡാഡ ഐ ഹേറ്റ് യു, മമ ഐ ഹേറ്റ് യു. ഇതിപ്പോൾ ഒരു കോമൺ ടെർമിനോളജിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹേറ്റ് ചെയ്യുന്നത് ഈവിൾ, ദോഷത്തെയാണ് നമ്മൾ വെറുക്കേണ്ടത്. പക്ഷേ ഇന്ന് ദോഷത്തെ നമുക്ക് വെറുക്കാൻ കഴിയുന്നില്ല, പകരം നമ്മൾ അന്യോന്യം വെറുക്കുക. അതിനൊറ്റ കാരണമേ ഉള്ളൂ, ദൈവഭയം ഹൃദയത്തിലില്ല. എത്ര പേര് സമ്മതിക്കും പ്രിയപ്പെട്ടവരെ? സംതിങ് ഈസ് മിസ്സിങ്. ആൻഡ് വാട്ട് ഈസ് ദാറ്റ്? ഫിയർ ഓഫ് ഗാഡ് ഈസ് മിസ്സിങ്. അതുകൊണ്ടാണ് നമ്മൾ ദോഷത്തെ വെറുക്കുന്നതിന് പകരം നമ്മൾ അന്യോന്യം വെറുക്കുന്നു. അപ്പനെ ചുട്ടുകൊല്ലുന്നു, അമ്മയെ തല്ലിക്കൊല്ലുന്നു, കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിടുന്നു. ഇതൊക്കെ എന്തിൻ്റെ അർത്ഥമാണ്? എന്തിൻ്റെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ? ദൈവഭയം ഇല്ല പ്രിയപ്പെട്ടവരെ, ദൈവഭയമില്ല, അല്ലേ? നമുക്കറിയാം ആ സദൃശവാക്യത്തിൽ മാത്രം 14 റെഫറൻസ് ഉണ്ട് ഫിയർ ഓഫ് ഗാഡ്. യഹോഭക്തി എന്നാണ് കിടക്കുന്നത്, പക്ഷേ ഫിയർ ഓഫ് ഗാഡ് ദൈവഭയം എന്നുള്ള അർത്ഥമാണ്. 14 പ്രാവശ്യം ആ ഒരു പുസ്തകത്തിൽ തന്നെ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുന്നു. അപ്പം ഇവിടെ ശരിക്കും നമുക്ക് ദൈവഭയം ഇല്ലാത്തതിന് ഒരു കാരണം, നമുക്ക് ദൈവത്തിൻ്റെ ന്യായവിധിയെപ്പറ്റി വലിയ പിടിയില്ല. അതാണ് പ്രശ്നം, അല്ലേ? വി ലാക്ക് നോളജ് ഓഫ് ഗോഡ്സ് ജഡ്ജ്മെൻറ്റ്.
അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ദൈവഭയമില്ലാതെ പോകുന്നത്. സഭാപ്രസംഗിയിലേക്ക് വരാം. എക്ലീസിയാസ്റ്റസ് ചാപ്റ്റർ 8 വേഴ്സ് 11 and 12. സഭാപ്രസംഗി 8-ാം അധ്യായം 11ഉം 12ഉം വാക്യം ഒന്ന് വായിക്കാം. സഭാപ്രസംഗി ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായികൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായിക കൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. 2 ആഴ്ച മുമ്പ് ഒരു ഗ്രീഷ്മയ്ക്ക് ഒരു വധശിക്ഷ കോടതി വിധിച്ചു. ഞാൻ അവളുടെ ഇരട്ടപ്പേരൊന്നും ഇവിടെ പറയുന്നില്ല, ഇതൊരു സഭയാണ്. ഗ്രീഷ്മ. ഓക്കെ, ആ ഗ്രീഷ്മയ്ക്ക് ഒരു വധശിക്ഷ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്കെല്ലാം വലിയ സന്തോഷമായി കാണും, അങ്ങനെയാണല്ലോ അല്ലേ? പക്ഷേ വധശിക്ഷ ഗ്രീഷ്മയ്ക്ക് കൊടുത്തുകൊണ്ട് ഇനി അടുത്ത ഗ്രീഷ്മകൾ ഉണ്ടാവാതിരിക്കുമോ? നിങ്ങൾക്കറിയാമോ, ഈ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഏറ്റവും ഒടുവിൽ ഒരാളെ തൂക്കിക്കൊന്നു എന്നാണെന്നറിയാമോ? എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 32 വർഷം മുമ്പ് റിപ്പർ ചന്ദ്രനെ തൂക്കിക്കൊന്നു. അതിനുശേഷം ഗോവിന്ദച്ചാമി ഉൾപ്പെടെ സകല മനുഷ്യരും അവിടെ ഉണ്ട്, അവരെ ആരെയും തൂക്കിക്കൊന്നിട്ടില്ല. അപ്പം ചുമ്മാ ഈ തൂക്കിക്കൊല്ലാൻ വിധിച്ചു, ഒരു വിധി കേട്ടെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ആരും പേടിക്കുന്നില്ല. കാരണം തൂക്കിക്കൊല്ലാൻ വിധിക്കുമ്പോഴും അവർ ചിരിക്കുക ഉള്ളി, എവിടെ ഇതൊന്നും തൂക്കിക്കൊല്ലാൻ പോകുന്നില്ല. കാരണം എനിക്ക് മുമ്പേ 32 പേര് അവിടെ വേറെ ഇരിപ്പുണ്ട് തൂക്കാൻ, അല്ലേ? അത് കഴിഞ്ഞിട്ടല്ലേ ഞാനുള്ളൂ. അതിൻ്റെ അർത്ഥം ഈ ശിക്ഷയ്ക്ക് താമസം വരുന്തോറും മനുഷ്യൻ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. ഇത് നമ്മളല്ല പറയുന്നത്, ബൈബിൾ പറയുന്നു. ആയിരക്കണക്ക് വർഷം മുമ്പ് ബൈബിൾ എഴുതി വച്ചിരിക്കുന്നു, ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായിക കൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. അതുകൊണ്ട് ചിലപ്പം ചിലർ ന്യായവിധി പെട്ടെന്ന് നടക്കാത്ത കാരണം ദുഷ്ടമനുഷ്യർ വീണ്ടും വീണ്ടും ദോഷം ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഇത് കണ്ട് നമ്മൾ നിരാശപ്പെടരുത്. നമ്മുടെ ദൈവഭക്തി ഒരിക്കലും, ദൈവഭയം ഒരിക്കലും നമ്മളിൽ നിന്ന് പോകരുത്. വല്ലവർക്കും ശിക്ഷ കിട്ടിയോ കിട്ടിയില്ല എന്നുള്ള നമ്മുടെ വിഷയമല്ല. അതിൻ്റെ അടുത്ത വാക്യം, പാപി 100 പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസ്സോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു. എത്ര പേരാണ് രാമൻ പറയും? പാപി 100 പ്രാവശ്യം ദോഷം ചെയ്യട്ടെ, പക്ഷേ എന്നിട്ട് അവൻ ദീർഘായുസ്സോടെ ജീവിക്കട്ടെ. അതാണ് വേറൊരു പ്രശ്നം. നിങ്ങൾ നോക്കുമ്പം നമ്മളിങ്ങനെ എന്തോ ഒരു കഷ്ടവും ദുരിതവും പങ്കപ്പാടും ഒക്കെ കൊണ്ട് നമ്മളിങ്ങനെ കഴിയുന്നു. പക്ഷെ അപ്പുറത്തൊരു പാവിയുണ്ട്, അവൻ നമ്മുടെ അതിലെല്ലാം മാന്തി അവൻ്റെ ഓടയെല്ലാം ഇങ്ങോട്ട് തിരിച്ചു വെച്ചിരിക്കുന്നു, അവൻ്റെ മരത്തിലെ ഇലയെല്ലാം ഇപ്പുറത്ത് വീഴുന്നു, അല്ലേ? പക്ഷെ അവൻ തടിച്ചുരുണ്ട് കൊഴുത്ത് നല്ല സ്മാർട്ടായിട്ട് അവൻ്റെ മക്കളൊക്കെ വലിയ വലിയ സ്ഥാനത്ത് വരുന്നു, അവൻ അടിവെച്ച് കയറുന്നു. ഞാനോ? അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അവൻ ഈ പറഞ്ഞ പോലെ ദീർഘായുസോടെ ഇരിക്കും, ദീർഘായുസോടെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ അതിൻ്റെ അടുത്ത വാക്ക് എന്താണ്? ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു. ഒരു ആമേൻ പറഞ്ഞാട്ട് ആ വാക്യത്തിൽ. ഞാൻ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ഭക്തനാണെങ്കിൽ എനിക്ക് നിശ്ചയമായി നന്മ വരും. നെവർ എവർ കമ്പയർ യു വിത്ത് യുവർ നെയ്ബർ, അല്ലേ? ആരെങ്കിലും ദുഷ്ടത എവിടെയെങ്കിലും ചെയ്യട്ടെ, നിങ്ങളുടെ അയൽവക്കങ്ങളിലോ നിങ്ങളുടെ കുടുംബത്തിലോ ഒക്കെ നിങ്ങൾക്ക് നേരെ ദോഷം ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്നിട്ട് അവർ ദോഷം ചെയ്തിട്ട് ഒന്നും അറിയാത്തോട്ട് നടക്കുകയും അവർ അനുഗ്രഹിക്കപ്പെടുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നും. ദാറ്റ്സ് ഓക്കെ, ലീവ് ഇറ്റ്. പക്ഷേ നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് നിങ്ങൾ ഭക്തിയോടെ ജീവിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്മയുണ്ടാകും. അത് നിശ്ചയമാണെന്ന് ദൈവവചനം പറയുന്നത്. റോമാലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം, Romans 2 and verse 4, അവിടെ ഒരു വാക്യമുണ്ട്, അല്ല ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ. എപ്പോഴും ഓർക്കണം, ഈ പെട്ടെന്ന് ശിക്ഷ വരാത്തതിന് കാരണം എന്താണെന്നറിയാമോ? അത്രയും സമയം കൂടെ നമുക്ക് മാനസാന്തരപ്പെടാൻ ദൈവം തരുന്നുണ്ടാ. ഇപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്കൊക്കെ നീതി അപ്പം നടത്തി കിട്ടണം, അല്ലേ? നമുക്ക് അപ്പം നീതി നടത്തി കിട്ടണം, എല്ലാവരെയും ഈ പറഞ്ഞ് നിഗ്രഹിക്കണം, എല്ലാവർക്കും ശിക്ഷ കൊടുക്കണം, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ദൈവം ഇതേപോലെ നമ്മളടുത്ത് പെരുമാറിയിരുന്നെങ്കിലോ? ആലോചിച്ച് നോക്കിയേ, അപ്പോഴെപ്പോഴും നമ്മളെ അങ്ങ് ശിക്ഷിച്ച് വിട്ടിരുന്നെങ്കിൽ നമ്മളോട് കാണുമായിരുന്നു പ്രിയപ്പെട്ടവരെ, അല്ലേ? പലപ്പോഴും ചിലത് താമസിപ്പിക്കുന്നതിന് കാരണം അത് മാനസാന്തരത്തിലേക്ക് നമ്മളെ നയിക്കാനൊരു ചാൻസ് ദൈവം തരികയാണെന്നുള്ള കാര്യം മറക്കരുത്. അവിടെ ഇരിക്കുന്നത്, എന്ന് നീ അറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? ഇവിടെ ഞാനൊരു ഞെട്ടിക്കുന്നൊരു കാര്യം കൂടെ പറയാം.
നമ്മൾ പലരും വളരെ നിഷ്കളങ്കമായി ചിന്തിക്കുന്നത് ഈ ന്യായവിധിയൊക്കെ ദുഷ്ടന്മാർക്കുള്ളതാണ്, അവിശ്വാസികൾക്കുള്ളതാണ്, നമുക്കിതൊന്നുമില്ല. ഇവിടെയാണ് ഇന്ന് സഭയെ ഒന്ന് തിരുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു വാക്യം നമുക്ക് വായിക്കാം. 2 Corinthians 5:10-11. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-11 ആദ്യം വായിക്കാം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ, അവനവൻ ശരീരത്തിൽ, ഒന്ന് ഗിയർ മാറ്റി വായിക്കണേ, ഒന്നുകൂടെ കട്ടയ്ക്ക് പോട്ടെ. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും നാം. ബൈബിള്, സ്വന്തം ബൈബിള് കയ്യിലുണ്ടല്ലോ അല്ലേ? പേനയുണ്ടോ? അടുത്തിരിക്കുന്ന ആളെ ഒന്നും മേടിച്ചാലും കുഴപ്പമില്ല. നാം ഒന്ന് വട്ടമിട്ടെ. നാം, നമ്പൂതിരിയുടെ ഭാഷയെ പറഞ്ഞ നോം. നാം ഒന്ന് വട്ടമിട്ടേ. കാര്യം നമുക്ക് ഇപ്പോഴും അങ്ങോട്ട് വിശ്വാസം വന്നിട്ടില്ല. നമ്മൾ പോയി കണക്ക് കൊടുക്കണമെന്ന് നമുക്ക് തോന്നുന്നില്ല. അതാണ് ദൈവഭയം ഇല്ലാത്തതിൻ്റെ ഒരു കാരണം. ശരിയല്ലേ? നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ, അല്ല, ദൈവത്തിൻ്റെ അല്ല, ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാവുന്നു. വി ഓൾ മസ്റ്റ് അപ്പിയർ ബിഫോർ ദി ജഡ്ജ്മെന്റ് ത്രോൺ ഓഫ് Christ to give an account of what all we did. നാം ചെയ്തത് നല്ലതാവട്ടെ ചീത്തയാവട്ടെ, രണ്ടാണെങ്കിലും പോയി ഒരു കണക്ക് ബോധിപ്പിക്കണം. അവിടെ പറഞ്ഞിരിക്കുന്ന ജഡ്ജ്മെൻ്റ് എന്ന് തന്നെ എഴുതിയിരിക്കുന്നത് അല്ലേ? ഒരു അപ്പിയറൻസ് ഉണ്ട് അല്ലേ? കോടതിയിൽ അപ്പിയർ ചെയ്യുമെന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ നമുക്കൊരു അപ്പിയറൻസ് ഉണ്ട്. നമുക്ക് യേശു അവിടെ വാനത്തിൽ അപ്പിയർ ചെയ്യും, അതുണ്ട്. പക്ഷെ നമ്മളും പോയി അപ്പിയർ ചെയ്യണം. എന്ന് എവിടെ? ഒരു ന്യായവിധി ദിവസം പോയി അപ്പിയർ ചെയ്യണം. ഇത് മറക്കരുത് പ്രിയപ്പെട്ടവരെ, ഒരു മറക്കരുത്. അപ്പം അടുത്തത് 11-ാം വാക്യം. ആകയാൽ കർത്താവിനെ ഭയപ്പെടണമെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. കണ്ടോ? കർത്താവിനെ ഭയപ്പെടണമെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുക. എന്തിനാ? എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മനസാക്ഷികളിലും വെളിപ്പെട്ടിരിക്കുന്നു. 20-ാം വാക്യം കൂടെ വായിച്ചാട്ടെ, 20 കൂടെ. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ. കണ്ടോ? ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുക, ഒരു കാര്യം പറയാം, ദൈവം നിങ്ങളോടൊരു കാര്യം പ്രബോധിപ്പിക്കുന്നു. ആ പ്രബോധനം ഞങ്ങൾ അവൻ്റെ സ്ഥാനാപതികളായി നിന്നുകൊണ്ട് നിങ്ങളോട് ഞങ്ങളൊരു കാര്യം അപേക്ഷിക്കുന്നു. എന്തു അപേക്ഷിക്കുന്നതെന്നറിയാമോ? ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ. ഇന്ന് ഈ ആരാധനയ്ക്ക് വന്ന നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ആലോചന ഇവിടെ വിളിച്ചു പറയുക, ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ. ഇത്രയും നാൾ നിങ്ങൾ വിചാരിച്ചു അന്യോന്യം നിരക്കുന്ന കാര്യമായി, അതവിടെ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു പടിയും കൂടെ കടന്നു പറയുക, ദൈവത്തോട് ഫസ്റ്റ് ഓഫ് ഓൾ ഗെറ്റ് റിക്കൺസൈൽ വിത്ത് ഗോഡ്. പക്ഷെ ദൈവത്തോട് നിരക്കണമെങ്കിൽ താഴെയുള്ള എല്ലാവരോടും നിരന്നാലേ ദൈവത്തോട് നിരക്കാൻ പറ്റൂ. നിൻ്റെ വഴിപാട് നീ കൊണ്ടുവരുമ്പം നിൻ്റെ സഹോദരനെങ്കിലും നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നീ അതവിടെ വെച്ചിട്ട് പോയി ഫസ്റ്റ് ഗെറ്റ് റിക്കൺസൈൽഡ് ആൻഡ് ദെൻ കം ആൻഡ് ഓഫർ യുവർ ഓഫറിങ്. നിൻ്റെ വഴിപാട് പിന്നെ നീ അർപ്പിച്ചാൽ മതി. പക്ഷെ അതിനു മുമ്പ് നിനക്ക് വല്ലവരോടും ഉണ്ടോയെന്നല്ല ദൈവം പറഞ്ഞത്, വല്ലവർക്ക് നിന്നോടുണ്ടോയെന്ന്. അതിൻ്റെ അർത്ഥം ആർക്കെങ്കിലൊക്കെ നമ്മോട് ഉണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവം അറിയാമല്ലോ, നമ്മുടെ സ്വഭാവം ദൈവത്തിന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ടാണ് ദൈവം അങ്ങനെ എഴുതിയത്. സാധാരണ ഞാനായിരുന്നു ആ വാക്യം എഴുതിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് വല്ലവരോടും പിണക്കമൊക്കെ ഉണ്ടെങ്കിൽ പോയി തീർത്തിട്ടൊക്കെ വരണം കേട്ടോ. അവിടെ നമ്മളുടൻ എനിക്ക് ഈ ലോകത്തിൽ ആരോടും ഒരു പിണക്കോ ഇല്ല പാഷറേ എന്ന് പറയും. അത് പറയുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ദൈവം പറഞ്ഞത്. നിനക്ക് വല്ലതും ഉണ്ടോ എന്നല്ല ചോദിച്ചത്, വല്ലവർക്കും നിന്നോടുണ്ടോ. അതിപ്പോൾ എനിക്കെങ്ങനെ അറിയാം. നിങ്ങളെ ഇപ്പം കൂടെ വിളിക്കാത്ത പാർട്ടി ആരാ? പണ്ടെന്തോ ഒരു അയ്യോ ചക്കപ്പഴം ഈച്ചയും പോലായിരുന്നു. ഇങ്ങനെ ഒട്ടി നേരത്തെ വന്ന് കസേര പിടിച്ചിടും, ഒരു ബൈബിൾ എടുത്തോടെ വെച്ചേക്കും. ഇതാർക്കാ? ഇരിക്കും. ഇപ്പോൾ എന്ത് പറ്റി? ആൾ ഈ ഡോറിൽ കൂടെ വരുമ്പം ഈ ഡോറിൽ കൂടെ അങ്ങ് പോവും.
ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ അല്ലേ? കാര്യം മനസ്സിലായി നിങ്ങൾക്ക് അല്ലേ? ആർക്കെങ്കിലും നമ്മോട് എന്തെങ്കിലും ബന്ധങ്ങളിൽ എവിടെയെങ്കിലും ഒരു വിള്ളൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ക്രമീകരിച്ചിട്ടേ പോയി ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നത്. അത് ക്രമീകരിച്ചിട്ടേ പ്രാർത്ഥിക്കാവൂ. അതുകൊണ്ടാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന വളരെ മനോഹരമായിട്ട് കർത്താവ് അത് ആ വരികൾ ആ വാക്കുകൾ കോയിൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ അങ്ങ് ഞങ്ങളോട് ക്ഷമിച്ചാൽ മതി. അതല്ലേ എൻ്റെ അർത്ഥം അല്ലേ? അവിടെ ചെന്ന് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ എന്ന് പറയണമെങ്കിൽ ക്ഷമിച്ചിട്ടേ പോയി പറയാൻ പറ്റൂ. ഇത് നമ്മളൊന്ന് വലിയ കാര്യമുണ്ട്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ കർത്താവ് ഇങ്ങനെ എന്നോട് പറഞ്ഞേ. ഞങ്ങളുടെ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ആ പ്രാർത്ഥന പൂർത്തിയാക്കാൻ പറ്റത്തില്ല. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ശരിക്കും പ്രാർത്ഥിച്ചാൽ പൂർത്തിയാക്കാൻ ഇച്ചിരി പാടാണ്. ഇന്നോട്ടൊരു അസൈൻമെൻറ്റ് തുടങ്ങിക്കോ. എന്നിട്ട് ആ പ്രാർത്ഥന പൂർണ്ണമായിട്ടും പ്രാർത്ഥിക്കാൻ പ്രാഗൽഭ്യമുള്ളവർ ഇവിടെ വന്ന് അടുത്ത ആഴ്ച എനിക്ക് സാക്ഷ്യം പറയാൻ അവസരമുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഞാൻ എല്ലാവരുടെ കടങ്ങളും പാവങ്ങളും ഒക്കെ ക്ഷമിച്ചു. എന്നിട്ട് ദാണ്ട് കർത്താവിനോട് ഞാൻ ക്ഷമ ചോദിച്ചു. ഇന്ന് ഞാൻ സഭയിൽ വന്ന് പരസ്യമായിട്ട് ഞാൻ സാക്ഷ്യം പറയുകയാണെന്ന് പറയാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. അടുത്ത ആഴ്ച അങ്ങനെയുള്ള ചിലരോട് വരണം അല്ലേ? അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ ദൈവത്തോട് നിരക്കണമെന്നാണ് ഇവിടെ പറയുന്നതെങ്കിൽ ദൈവത്തോട് നിരക്കാൻ നമുക്ക് തടസ്സം വേറൊന്നുമല്ല, മനുഷ്യരോട് നിരക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. എത്ര വരാനൊരു ആമയും പറയും. ഇന്ന് വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുക, കുഞ്ഞുങ്ങളെ ദൈവത്തോട് നിരന്നോണം. ആദ്യം ഫസ്റ്റ് ഗെറ്റ് റിക്കൺസൈൽ വിത്ത് ഗോഡ്. അതിൻ്റെ 20-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. അതിൻ്റെ അർത്ഥം പൗലോസ് അപ്പോസ്തലനൊക്കെ ഇത് പറയുമ്പം പൗലോസ് ഞങ്ങളല്ല ഇത് പറയുന്നത്, ദൈവമാണ് നിങ്ങളോട് പറയുന്നത്. ഒന്ന് ഓർക്കണം, പറയുമ്പോൾ ഈ പുൽപ്പറ്റിൽ നിന്ന് കേൾക്കുന്ന ദൈവവചനം ഇവിടെ പ്രസംഗിക്കുന്ന ആൾ പറയുന്നതല്ല, അത് പാസ്റ്റർ പറയുന്നെന്നോ ആരെങ്കിലും പറഞ്ഞെന്നോ അല്ല, ദൈവമാണ് പറയുന്നത്. ഇന്നിപ്പോൾ നിങ്ങൾ കേൾക്കുന്ന വചനം ദൈവം നിങ്ങളോട് സംസാരിക്കുക. ദൈവത്തോട് നിരന്നുകൊള്ളണം. ഈ പൗലോസിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ ചെന്ന് രാജ്ഭവനിൽ പുള്ളി പോയിട്ടുണ്ട്. അവിടെ ഗവർണറുടെ ബംഗ്ലാവാണ് ഈ രാജ്ഭവൻ നമ്മുടെ നാട്ടിൽ. അന്നത്തെ രാജ്ഭവനിൽ ചെന്നിട്ട് ഫെലിക്സ് എന്ന് പറഞ്ഞ ഗവർണറായിരുന്നു. അദ്ദേഹം വിളിപ്പിച്ചിട്ട് അദ്ദേഹത്തോട് ചെന്ന് സുവിശേഷം പറഞ്ഞു. കന്യകയിൽ ജനിച്ചു യേശു, അത്ഭുതങ്ങൾ ധാരാളം ചെയ്തു, സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, ക്രൂശിൽ മരിച്ചു, അടക്കി, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിൽ പോയി. അതെല്ലാം കേട്ടുകൊണ്ടിരുന്നു, ഒരു കുഴപ്പമില്ല. ഇന്ന് നമ്മളിതൊക്കെ പറയുമ്പോഴും എല്ലാവരും കേട്ടുകൊണ്ടിരിക്കും, ഒരു കുഴപ്പമില്ല. പക്ഷേ കയറി അടുത്ത പോയിന്റിലേക്ക് വന്നു. അതെവിടാണെന്നറിയാമോ? അത് അപ്പോസ്തലപ്രവൃത്തി 24-ാം അധ്യായം 25-ാം വാക്യം. ആക്ട്സ് ചാപ്റ്റർ 24 വേഴ്സ് 25. എന്നാൽ അവൻ നീതി, ഇന്ദ്രിയജയം, വരുവാനുള്ള ന്യായവിധി. സുവിശേഷത്തിൽ എന്തൊക്കെയുണ്ട്? ഇതുമൊക്കെയുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ സുവിശേഷം പറയുന്നത് എത്ര പേരുണ്ട്? കൈ പൊക്കണ്ട. പ്രത്യേകിച്ച് ഇവിടെ നിന്ന് ഒത്തിരി ഔട്ട്റീച്ചൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ഈ സുവിശേഷം പറയുമ്പോൾ നിങ്ങൾ ഇന്ന് വരെ വരുവാനുള്ള ന്യായവിധിയെപ്പറ്റി സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴും നിങ്ങൾ ഈ കടമാറുന്ന യേശുവും, തലവേദന മാറ്റുന്ന യേശുവും, സ്കൂട്ടർ വിറ്റ് വലിയ കാർ വാങ്ങിക്കുന്ന യേശുവും, ഈ യേശുവിനെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഐ പിറ്റി യു. എനിക്ക് ലജ്ജ തോന്നുന്നു നിങ്ങളെപ്പറ്റി, സഹതാവാണ് തോന്നുന്നത്. പൗലോസൊക്കെ സുവിശേഷം പറഞ്ഞ് തുടങ്ങും, പക്ഷെ എവിടെ കൊണ്ട് നിർത്തും? വരുവാനുള്ള ന്യായവിധി. ഇതാരുടെ മുമ്പിലാണ് പറയുന്നത്? ഗവർണറിൻ്റെ മുമ്പിലാണ്. ഇപ്പം എന്നെ രാജ്ഭവനിൽ നാളെ വിളിച്ചു, ഒരു കപ്പ് ചായയ്ക്ക് വേണ്ടി നമ്മുടെ ഗവർണർ ശ്രീ അർലേക്കർ വിളിച്ചു. ഞാൻ ചെന്നു. ഞാൻ വേണേൽ ELS എന്നൊരു പുതിയ ബൈബിളൊക്കെ വാങ്ങിച്ച് പൊതിഞ്ഞ് ഗിഫ്റ്റായിട്ട് കൊണ്ട് കൊടുക്കും. ഇതുവല്ലതും പറയുമോ? അപ്പോൾ വൈ ഡോണ്ട് യു സേ സംതിങ് എന്ന് പറഞ്ഞാൽ, അതെ സാറേ, വരുവാനുള്ള ന്യായവിധി പറയുമോ? അങ്ങനെ കമ്പയർ ചെയ്യണം. നമ്മൾ പൗലോസിനെ വലിയ കാര്യമായിട്ട് പറഞ്ഞു. ഇന്ന് ഞാനും നിങ്ങളും പറയുമോ? ഒരു ഗവർണറുടെ ബംഗ്ലാവിൽ ചെന്നാൽ വരുവാനുള്ള ന്യായവിധിയെപ്പറ്റി നമ്മൾ പറയുമോ? പക്ഷെ പൗലോസ് പറഞ്ഞു. പക്ഷെ പറഞ്ഞപ്പം അങ്ങേരുടെ സ്വഭാവം മാറി. എന്ത് പറഞ്ഞെന്നറിയാമോ? അതിൻ്റെ 29-ാം അധ്യായം അല്ല, അതിൻ്റെ അടുത്ത വാക്യം വായിച്ചേ. അല്ല, അതേ വാക്യം തന്നെ. സോറി,
ഫെലിക്സ് ഭയപരവശനായി. കണ്ടോ, ന്യായവിധിയെപ്പറ്റി പറഞ്ഞപ്പം ഫെലിക്സിനൊരു ചെറിയ ഒരു വിറയൽ തുടങ്ങി. തൽക്കാലം പോകാം, അവസരമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാം. പിന്നെ വിളിപ്പിച്ച് കാണൂ? ജന്മത്ത് വിളിപ്പിച്ച് കാണത്തില്ല. ഇത്രയേ ഉള്ളൂ. നിങ്ങളെയും പിന്നെ വിളിപ്പിക്കാതിരിക്കണമെങ്കിൽ ഒറ്റ പണിയേ ഉള്ളൂ, വരുവാനുള്ള ന്യായവിധിയെപ്പറ്റി പറഞ്ഞാൽ മതി. പിന്നെ ഒരു കാരണവശാലും നിങ്ങളെ വിളിക്കത്തില്ല, അവിടെ കൊണ്ട് അത് സ്റ്റോപ്പാവും. അപ്പോൾ ഇവിടെ വരുവാനുള്ള ന്യായവിധിയെപ്പറ്റി പറഞ്ഞു അല്ലേ? ഇവിടെ ഒന്ന് ഓർക്കണേ, ഇന്ന് ഒത്തിരി പേര് വിചാരിച്ചിരിക്കുന്നത് പഴയ നിയമത്തിൽ ദൈവം അങ്ങനെയൊക്കെ ആയിരുന്നു, പുതിയ നിയമത്തിൽ വന്നപ്പം ദൈവം അങ്ങ് ഒതുങ്ങി. ഈ ചില നിങ്ങൾ അപ്പന്മാർ, നിങ്ങൾ കല്യാണം കഴിച്ച് വലിയ കടുകട്ടിയായിരുന്നു ഭർത്താവ്, പക്ഷെ മൂത്ത മോൻ വന്നപ്പോൾ നിങ്ങൾ ഒതുങ്ങി എന്ന് പറഞ്ഞ പോലെ തൻ്റെ ഏകജാതനായ പുത്രൻ വന്നപ്പം പിതാവായ ദൈവം അങ്ങ് മയപ്പെട്ടു. അപ്പോൾ പിന്നെ എന്താ, പുള്ളി ഭയങ്കര കൃപാലുവായി. ഇനി നിയമമൊന്നും വേണ്ട, ഇനിയെല്ലാം കൃപ കൃപ. Nowhere in the Bible we see God has at any time or anywhere lowered his standard of righteousness. തൻ്റെ നീതിയുടെ ആ സ്റ്റാൻഡേർഡ് എങ്ങും ദൈവം കുറച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് ചിലർക്കെങ്കിലും വിശ്വാസികളെ നമുക്കൊരു തോന്നലുണ്ട് അതൊക്കെ പഴയ നിയമത്തിലാണ്. ഇപ്പം തന്നെ എൻ്റെ ഈ പ്രസംഗം ഓൺലൈനിൽ കേൾക്കുന്ന ചിലരെങ്കിലും ഇതേ പറയാനുള്ളൂ, വേറെ എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ട്. നല്ലോണം ഓർക്കണം, യഹോവ ദൈവം എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ തന്നെയാണ് പുത്രനായ യേശു ക്രിസ്തുവും പറഞ്ഞത്. ഇന്ന് സഭയോട് പരിശുദ്ധാത്മാവിനും പറയാനുള്ളത് അതൊക്കെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ, അല്ലേ? അപ്പം ഇവിടെയാണ് ശരിക്കും സ്റ്റാൻഡേർഡ് ഓഫ് ഹോളിനെസ്സോ റൈച്ചസ്നെസ്സോ ഒന്നും ഈ പുതിയ ഉടമ്പടിയിൽ ലോവർ ചെയ്തിട്ടില്ല എന്ന് ഓർക്കണം. പക്ഷെ ഒറ്റ പ്രശ്നം, അന്ന് ആ വലിയ നിയമങ്ങൾ കൊടുത്തെങ്കിൽ ആ നിയമങ്ങൾ പാലിക്കാൻ അവരെ കൊണ്ട് പറ്റിയില്ല, അല്ലേ? ഒടുവിൽ തൻ്റെ പുത്രനെ അയച്ച ആ പുത്രൻ ആ ശിക്ഷ എല്ലാം കൂടെ തന്നിലോട്ടങ്ങ് ഏറ്റെടുത്ത് എല്ലാവർക്കും പകരമായി താനങ്ങ് യാഗമായി. എന്നിട്ട് പിതാവിനോട് ഒരു കാര്യം പറഞ്ഞു, പിതാവേ അവരോട് ക്ഷമിക്കണം. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഞാൻ ശിക്ഷിക്കപ്പെട്ടല്ലോ, ഇനി അവരെ ശിക്ഷിക്കരുത്, ഒരു കുറ്റത്തിന് 2 ശിക്ഷ വേണ്ട, ഇനി അവരെ ശിക്ഷിക്കണ്ട. പിതാവ് പറഞ്ഞു, ഓക്കെ ശരി, നിൻ്റെ ഈ മരണം ആരേറ്റെടുക്കുന്നുവോ അവരോട് ഞാൻ ക്ഷമിക്കാം. അങ്ങനെയാണ് ഞാനും നിങ്ങളും മരണത്തിൽ അവൻ്റെ പങ്കാളികളായി തീർന്നു. എങ്ങനെ? വെള്ളത്തിൽ പോയി നമ്മൾ മുങ്ങി പൊങ്ങി നമ്മൾ എന്ത് ചെയ്തു? സ്നാനപ്പെട്ടു. അതെന്താ കാണിച്ചത്? നിങ്ങൾ സ്നാനപ്പെട്ടതിന് കാരണം എന്താ പ്രിയപ്പെട്ടു? നിങ്ങൾ ഒരിക്കലും ഒത്തിരി പേര് സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്നാനപ്പെട്ടോണം, അതും പറഞ്ഞേക്കാം. ആർക്കെങ്കിലും സ്നാനത്തെപ്പറ്റി കൂടുതൽ അറിയോ, സ്നാനപ്പെടാനോ താല്പര്യമുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് ഞങ്ങളോട് സംസാരിക്കുക. അടുത്തത് പെട്ടെന്നൊരു സ്നാനം ഉണ്ടായിരിക്കും, ചിലർ സ്നാനത്തിനായിട്ട് ഒരുങ്ങി നിൽപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ആർക്കെങ്കിലും സ്നാനത്തെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ അതിനുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരാം. എന്തിനു പറയുന്നു എന്ന് വെച്ചാൽ, ആ സ്നാനത്തിൽ നമ്മൾ അവിടെ ചെയ്യുന്നത്, എൻ്റെ കർത്താവ് 2000 കൊല്ലം മുമ്പ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. പക്ഷെ അന്ന് ഞാനില്ല, ഞാനിപ്പോഴാണ് ജീവിക്കുന്നത്. പക്ഷെ ഇന്ന് ജീവിക്കുന്ന ഞാൻ, അന്ന് കർത്താവ് മരിച്ച ആ മരണം എൻ്റെ മരണമായിരുന്നു. ആ കർത്താവിനെ അന്ന് അടക്കി, അതെൻ്റെ അടക്കമായിരുന്നു. ആ കർത്താവ് കല്ലറയിലിരുന്നില്ല, 3-ാം നാൾ ഉയർത്തു. അതുപോലെ ഞാനും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് ഉയർത്തു വരുന്നു എന്ന് പറഞ്ഞ് പരസ്യമായിട്ട് ഡിക്ലെയർ ചെയ്യുന്നതാണ് വിശ്വാസ സ്നാനം. എത്ര പേർക്കറിയാം ഇതാണ് സ്നാനമെന്ന്? ആ ക്രിസ്തുവിനോട് ചേരുന്നതാണ് സ്നാനം, അല്ലേ? ആ ക്രിസ്തുവിനെ ധരിക്കുന്നതാണ് സ്നാനം. അതിൻ്റെ അർത്ഥം, ഞാനിപ്പം ഈ ഉടുപ്പിട്ടിരിക്കുന്നതാണ്, നിങ്ങളെൻ്റെ ശരീരം കാണുന്നില്ല, അല്ലേ? നിങ്ങൾ കാണുമ്പോൾ ഈ ഉടുപ്പാണ് കാണുന്നത്. ഇതുപോലെ നീതിമാനായ അല്ലെങ്കിൽ വിശുദ്ധനായ ദൈവം, വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവം താഴേക്ക് നോക്കുമ്പം മനുഷ്യരെ നമ്മളെ കാണുമ്പം പാപിയായിട്ടേ കാണത്തുള്ളൂ. പക്ഷേ ഞാൻ സ്നാനത്തിൽ ക്രിസ്തുവിനെ അങ്ങ് ധരിച്ചു കഴിയുമ്പം പിതാവായ ദൈവം പിന്നീട് താഴോട്ട് നോക്കുമ്പം എന്നെയല്ല ആദ്യം കാണുന്നത്, തൻ്റെ പുത്രനെ കാണും. പുത്രനിലൂടെ എന്നെ കാണും. കാര്യം മനസ്സിലായോ? സ്നാനപ്പെട്ടവർക്ക് ഇപ്പോഴായിരിക്കും ചിലപ്പോൾ പിടി കിട്ടിയത്, എന്നെങ്കിലും പിടി കിട്ടിക്കോണം. ഇവിടെ സ്നാനപ്പെട്ടയാണെങ്കിൽ ഈ ക്ലാസ്സൊക്കെ നന്നായിട്ട് എടുത്തിട്ടാണ് സ്നാനപ്പെട്ടത്. വേറെ എവിടെയെങ്കിലും സ്നാനപ്പെട്ടെങ്കിൽ മാനേജ്മെൻറ്റ് ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞേക്കാം. ക്രിസ്തുവിനെ ധരിച്ചാലുള്ള ഗുണം, പിതാവ് താഴേക്ക് നോക്കുമ്പം പിന്നെ പഴയ പാപിയായ സാമിനെ അല്ല കാണുന്നത്, തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ കണ്ടിട്ട് ആ യേശു ക്രിസ്തുവിൽ ആണ് സാമിനെ കാണുന്നത്. ഡിഡ് യു ഗെറ്റ് ദ പോയിന്റ്? അല്ലേ? ഇതൊക്കെ മനസ്സിലാവണം പ്രിയപ്പെട്ടവരെ. ഇതൊന്നും മനസ്സിലാവാതെ വന്നു പോയിരിക്കരുത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഒരു കൊച്ചുകുട്ടികൾക്ക് പറഞ്ഞു തരുന്ന പോലെ ചിലപ്പം പറഞ്ഞു തരുന്നത്. അത് നിങ്ങളും പഠിച്ചോണം. അതുകൊണ്ടാണ്
അല്ലേ? അപ്പം ഇവിടെ നമ്മളെ കൊണ്ട് ഈ പറഞ്ഞ പോലെ ഈ നിയമങ്ങളെല്ലാം പാലിക്കാൻ പറ്റിയില്ല. അവിടെയാണ് ദൈവം ഒരു കാര്യം പിന്നെ കുറച്ചതായിട്ട് വന്നപ്പം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇതെല്ലാം ഞാൻ അവരുടെ ഉള്ളിലാക്കി തരാം. അങ്ങനെ ഒരു വാക്യമുണ്ട്. യെരമ്യാവിൻ്റെ പ്രവചനം 32-ാം അധ്യായം 40-ാം വാക്യം. ജെറമായ ചാപ്റ്റർ 32 വേഴ്സ് 40. യെരമ്യാവ് 32:40 ഒന്ന് വായിച്ചേ. ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്നിങ്ങനെ ഞാൻ അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും. അവർ എന്നെ വിട്ടുമാറാതെ ഇരിപ്പാൻ എങ്കിലുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിലാക്കും. കണ്ടോ, ആക്കും എന്നേ പറഞ്ഞുള്ളൂ. നിങ്ങൾ ഈ ഫിയർ ഓഫ് ഗോഡ് തപ്പി അവിടെ എവിടെയും പോകണ്ട. ഐ വിൽ പുട്ട് ദ ഫിയർ ഓഫ് ഗോഡ് ഇൻസൈഡ് ഓഫ് യു. ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആ ദൈവഭക്തി തരാം. എസേക്കിയേൽ ചാപ്റ്റർ 36:26-27. എസേക്കിയേൽ 36-ാം അധ്യായം 26-27. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. നിങ്ങൾ ഈ പഴയ ഹൃദയം കൊണ്ട് ഈ നിയമം അനുസരിക്കാൻ പോയപ്പോഴല്ലേ പ്രശ്നം. ഒരു കാര്യം ചെയ്യും, ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തന്നേക്കാം. പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. അടുത്തത്, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം. ഇതൊക്കെയാണ് നമ്മുടെ ദൈവം, പ്രിയപ്പെട്ടവരെ, അല്ലേ? ആ പഴയ കല്ലായ ഹൃദയം കൊണ്ട് ഇനി ജീവിക്കണ്ട. ഒരു പുതിയ ഹൃദയം ദൈവം നമുക്ക് തരാൻ തയ്യാറായിട്ടിരിക്കുക, അല്ലേ? അവൻ തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി തരുന്നു. ഈ വചനത്തെ നമ്മുടെ ഉള്ളിലാക്കി തരുന്നു. ദൈവഭയം നമ്മുടെ ഉള്ളിലാക്കി തരുന്നു. ഇതനുസരിക്കാൻ കഴിയാത്ത പഴയ ഹൃദയത്തെ മാറ്റി പുതിയത് വെച്ച് തന്നു. കല്ലായതിനെ മാറ്റി മാംസളമായതിനെ തന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും ഇനിയും എന്തുകൊണ്ട് നമുക്ക് ദൈവത്തെ ഭയപ്പെടാൻ കഴിയുന്നില്ല, പ്രിയപ്പെട്ടവരെ? ദീസ് ആർ ഓൾ വെരി ഇമ്പോർട്ടൻറ്റ് വേഴ്സസ്, അല്ലേ? വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പലരും, എനിക്കറിയാം, പലരും ഒരു പിന്മാറ്റ അവസ്ഥ ഞാൻ കാണുന്നുണ്ട്. ചില കുടുംബങ്ങളിൽ പോകുമ്പം പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഭർത്താവ് പിന്മാറ്റത്തിലാണെന്ന് ഭാര്യ പറയുന്നു. അല്ലെങ്കിൽ ചില ഭർത്താക്കന്മാർ പറയാറുണ്ട്, എൻ്റെ ഭാര്യ ഇടയായിട്ട് ചില പിന്മാറ്റത്തിലാണ്. മക്കളുടെ കാര്യം വലിയ ഉത്സാഹത്തിൽ നടന്ന മക്കൾ പെട്ടെന്നൊരു പിന്മാറ്റത്തിലാണെന്ന് മാതാപിതാക്കൾ പറയുന്നു. ചിലപ്പോൾ മക്കൾ ഉത്സാഹമായിട്ട് വരുന്നു, പപ്പായും മമ്മി എന്തെങ്കിലും ചോദിച്ചാൽ ചിരിക്കും, പിന്നെയും ചോദിക്കുമ്പോഴും ചിരിക്കും, അടുത്ത ആഴ്ചയും ചിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താ, എൻ്റെ ഒരു സ്വഭാവമുണ്ട്, ഈ പറഞ്ഞാൽ ചർച്ചയിൽ സ്ഥിരം വന്നില്ലെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ വീട്ടിൽ ചെന്ന് എന്താ വരാത്തെ? ഈ പാസ്റ്റർമാർ അന്ന് ഉച്ചയ്ക്ക് തന്നെ നിങ്ങളെ തിരക്കി വരുന്നത് എന്തിനാണെന്നറിയാമോ? വേറെ ചർച്ചിൽ പോയിട്ടില്ല എന്ന് ഉറപ്പിക്കാനാണ്, അല്ല നിങ്ങളുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ഉള്ള വരണമല്ലോ. ഒരു പാസ്റ്റർക്ക് അതിൻ്റെ ഒരു സൈക്കോളജി ഉണ്ട്, അത് ഞാൻ പറയാം. നിങ്ങൾ പലരും ചിന്തിക്കും, 2 ആഴ്ചയായിട്ട് ഞാൻ വന്നില്ല, എന്നിട്ടും ആരും ഒന്നും വിളിച്ചില്ല. ഒരു പേടിയില്ല നിങ്ങൾ ഏത് ചർച്ചിൽ പോയാലും. അതാ കാര്യം. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഈ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കർത്താവിനോടുള്ള ഭയം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മൾ പിന്മാറത്തില്ല. ദൈവഭയം ഉള്ളിലില്ലാത്തത് കൊണ്ടാണ് ഇന്ന് ഒരുപാട് പിന്മാറ്റങ്ങൾ നടക്കുന്നത്, പ്രിയപ്പെട്ടവരെ. സത്യം, ദൈവഭയം ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ദ ഫിയർ ഓഫ് ഗോഡ് ഇസ് ദ ആൻറ്റിഡോട്ട് ഫോർ ബാക്ക് സ്ലൈഡിങ്, അല്ലേ? ബാക്ക് സ്ലൈഡ് ചെയ്യാതിരിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, എൻ്റെ ഉള്ളിൽ ദൈവഭയം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ശരിക്കും നമ്മൾ വായിക്കുമ്പം ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം, ഫിലിപ്പീൻസ് ചാപ്റ്റർ 2 വേഴ്സ് 12. ഫിലിപ്പീൻസ് ചാപ്റ്റർ 2 വേഴ്സ് 12. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. അപ്പം ചോദിച്ചോട്ടെ, ആർ യു സേവ്ഡ് ബൈ വർക്ക്സ് ഓർ എസ്പെഷ്യലി ഗുഡ് വർക്ക്സ്? നോ. എന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്താണോ രക്ഷിക്കപ്പെട്ടത്? അല്ല, കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. പക്ഷേ രക്ഷിക്കപ്പെട്ട നമ്മൾ എന്ത് ചെയ്യണം? ആ രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. വേറൊരു വാക്കി പറഞ്ഞാൽ, സാൽവേഷൻ ഈസ് നോട്ട് ഓഫ് വർക്ക്സ് ബട്ട് ഫോർ വർക്ക്സ്. ഇതാണ്, നമുക്ക് പ്രവൃത്തി ഉണ്ട് ചെയ്യാൻ, പക്ഷെ ആ പ്രവൃത്തി ഭയത്തോടും വിറയലോടും വേണം ചെയ്യാനെന്ന് അവിടെ ഇരിക്കുന്നത്, അല്ലേ? ഇവിടെയാണ് നമുക്കറിയാം, എഫേസ്യർ ലേഖനം 2-ാം അധ്യായം 8, 9, 10, എഫീഷ്യൻസ് ചാപ്റ്റർ 2, ഈ വാക്യങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് എടുപ്പിക്കുന്നത് ഈ പറയുന്ന ദൈവവചനമാണെന്നുള്ള നല്ല ബോധ്യം നിങ്ങൾക്ക് വേണം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു ആണല്ലോ.
ഈ കൃപയാൽ അല്ലാതെ രക്ഷിക്കപ്പെട്ട വല്ലവരും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ഞാൻ കൃപയാലൊന്നും അല്ല കേട്ടോ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ഈ മലയാളിക്ക് ഇച്ചിരി ഒരു ഈഗോ ഉള്ള ആൾക്കാരാണ് അല്ലേ? ശരിയല്ലേ? ഇല്ല നമ്മൾ പറയാൻ പറ്റുമോ? മലയാളീസിന് ഇച്ചിരി ഈഗോ കൂടുതലാണ്. അതിലൊരു എനിക്ക് ആരുടെയും ഓശാരമൊന്നും വേണ്ട. അപ്പോഴാണ് പറയുന്നത് ദൈവം കൃപയാൽ ഒന്ന് രക്ഷ തരട്ടെ. അങ്ങനെ എത്രയാണെന്ന് പറഞ്ഞാൽ അങ്ങ് തന്നേക്കാം. ഗൂഗിൾ പേ ഉണ്ടോ ദൈവമേ? അല്ല, രക്ഷയ്ക്ക് എന്തായാലും എനിക്കങ്ങനെ സൗജന്യമായിട്ട് വേണ്ട. ഞാനങ്ങനെ എൻ്റെ ഒരു സ്വഭാവം, ഞാനങ്ങനെ ഫ്രീ ആയിട്ട് ആരുടെയും ഒന്നും എടുക്കത്തില്ല. ഇതാണ് ഇന്നത്തെ പ്രശ്നം. ദയവ് ചെയ്ത് ദൈവത്തോടെങ്കിലും ഈഗോ എടുക്കല്ലേ. അവൻ സൗജന്യമായിട്ട് രക്ഷ തരുമ്പം അവിടെ പോയി എന്ത് ചെയ്യണം? അത് വിശ്വാസത്താൽ പോയി അങ്ങ് പ്രാപിച്ചേക്കണം. ആരാണ്ട് പറഞ്ഞോളെ നമ്മൾ കിണറ്റി വീണ് മുങ്ങിച്ചാവുക. അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഒരു കയർ ആരോ താഴോട്ട് ഇറക്കി തന്നു. ആ ഇറക്കി തരുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. അപ്പോൾ ഈ കൃപ താഴോട്ട് വരുമ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. വിശ്വാസത്തോടെ അതിൻ്റെ അറ്റത്ത് കയറി പിടിച്ചോണം. ആ പിടിയാണ് നമ്മളെ അങ്ങ് മേളിൽ കയറ്റുന്നത്. ഇതുപോലെ ദൈവം കൃപയാൽ ഇട്ട് തരുന്ന ഒരു കയറുണ്ട്. അത് യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. അവനിൽ അങ്ങ് വിശ്വസിച്ചോണം. അങ്ങ് പിതാവിൻ്റെ അടുത്തേക്ക് വലിച്ചങ്ങെടുക്കും. ഇതിൽ കൂടുതൽ സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? ആ വാക്യത്തിൻ്റെ അർത്ഥം ഇതാ: കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല. അടുത്തത് ദൈവത്തിൻ്റെ ദാനം. ദാറ്റ്സ് എ ഗിഫ്റ്റ്. അതുകൊണ്ടാണ് സാൽവേഷൻ ഇസ് എ ഗിഫ്റ്റ്. പക്ഷേ ഗിഫ്റ്റ് എന്ന് പറയുമ്പം ഇറ്റ്സ് നോട്ട് ചീപ്പ്. അതും കൂടെ ഓർത്തോണം. എനിത്തിങ് കംസ് ഫ്രീ ഡസൻറ്റ് ഹാവ് എനി വാല്യൂ. ശരിയല്ലേ? അല്ലേ? നമുക്ക് വെറുതെ കിട്ടുന്ന സാധനത്തിന് വിലയില്ല. ഈ രക്ഷയും ദൈവം സൗജന്യമായിട്ട് തന്നുകൊണ്ടായിരിക്കും നമുക്കിപ്പം വന്നൊരു വിലയില്ല. അല്ലേ? ഇന്ന് കേൾക്കണം, വിലയില്ലാത്തതല്ല. ഡസൻറ്റ് മീൻ ദാറ്റ്സ് ഇറ്റ്സ് ചീപ്പ്. വലിയൊരു വില കൊടുക്കേണ്ടി വന്നു. നമുക്ക് ഈ സൗജന്യമായിട്ട് കിട്ടിയതിന് ഒരാളൊരു വലിയ വില കൊടുക്കേണ്ടി വന്നു. അതാരാ? യേശു ക്രിസ്തു തൻ്റെ ജീവനെ കൊടുക്കേണ്ടി വന്നു. പിതാവിന് തൻ്റെ പുത്രനെ കൊടുക്കേണ്ടി വന്നു. അല്ലേ? അത്രയും വില കൊടുത്തിട്ടാണ് നമുക്ക് സൗജന്യമാക്കി തന്നത്. സബ്സിഡൈസ് ചെയ്ത് നമുക്ക് കിട്ടി. പക്ഷേ അതിനൊരാൾ വില കൊടുത്തു എന്നുള്ള കാര്യം അവിടെ മറക്കരുത് പ്രിയപ്പെട്ടവരെ. അപ്പോൾ അതിൻ്റെ 9 നിങ്ങളുടെ പ്രവൃത്തികളും കാരണമല്ല. കാര്യം ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണം. ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ ലോകത്തിലുള്ള ഒരുമാതിരിപ്പെട്ട മനുഷ്യർ മുഴുവൻ ഈ രക്ഷ നേടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ച് നേടാനാണ് നോക്കുന്നത്. ഓൺലൈനായതുകൊണ്ട് എനിക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ മറ്റ് ആൾക്കാരിലേക്ക് നോക്കി, അവരെന്തൊക്കെയാണ് ഈ രക്ഷ പ്രാപിക്കാൻ, മോക്ഷം പ്രാപിക്കാൻ, അല്ലേ, ഈ രക്ഷ നേടാൻ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്? ഒത്തിരി പ്രവർത്തിക്കുന്നു, നടക്കുന്നു, മല കയറുന്നു, അല്ലേ, തൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നു. പക്ഷേ അതൊന്നും ചെയ്തിട്ടല്ല ആരും രക്ഷ നേടേണ്ടത്. അങ്ങനെയല്ല ദൈവം വെച്ചിരിക്കുന്ന രക്ഷാകര പദ്ധതി. ദൈവം വെച്ചിരിക്കുന്ന രക്ഷാകര പദ്ധതി നമ്മുടെ ഹൃദയം കൊണ്ടൊന്ന് വിശ്വസിക്കണം, വായ് കൊണ്ടൊന്ന് ഏറ്റുവരണം. യേശു എൻ്റെ രക്ഷകനാണെന്നുള്ള വിശ്വാസത്തിൽ ആ യേശുവിനെ സ്വീകരിച്ചോണം. അതിൻ്റെ 10-ാം വാക്യം: നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട്. ആ ഒരൊറ്റ പദം മാത്രം പറയാനാണ് ഞാൻ വായിച്ചത്. ഫോർ ഗുഡ് വർക്ക്സ്. വി ആർ നോട്ട് സേവ്ഡ് ബൈ വർക്ക്സ്, ബട്ട് വി ആർ സേവ്ഡ് ഫോർ ഗുഡ് വർക്ക്സ്. പക്ഷേ ഒരു സത്യം കൂടെ പറയട്ടെ, എനിക്ക് ഒത്തിരി നല്ല മനുഷ്യരെ അറിയാം. അവർ പണ്ട് ഈ പറഞ്ഞ പോലെ പൂർണ്ണമായിട്ട് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അവർ നല്ല മനുഷ്യരായിരുന്നു. അവർക്ക് മറ്റു മനുഷ്യരോട് ഭയങ്കര സ്നേഹം. അവർ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കും, നിവൃത്തിയില്ലാത്ത കുടുംബങ്ങളിലെ പെൺപിള്ളേരെ കെട്ടിച്ചു വിടും, ഈ പറഞ്ഞ പോലെ എല്ലാ സഹായങ്ങളുമൊക്കെ ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എന്ത് ചെയ്തു? അവർ രക്ഷിക്കപ്പെട്ട ഒരു ചെറിയ പ്രശ്നം. ഹൃദയം ആർക്ക് കൊടുത്തു? കർത്താവിന് കൊടുത്തു. പിന്നെ ഈ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന നല്ല പ്രവൃത്തി ഒന്നും ഇപ്പം ചെയ്യുന്നില്ല. പക്ഷെ കൃത്യമായിട്ട് ചർച്ചയിൽ വരും, ആരാധിക്കും, വചനം കേൾക്കും, എല്ലാം ചെയ്യും. പക്ഷെ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന സൽപ്രവൃത്തികളൊന്നും ഇപ്പം ചെയ്യുന്നില്ല. അപ്പോൾ ഒരിക്കലും ഒരാൾ പറഞ്ഞതാ, അതെങ്ങനെ ഇപ്പം എനിക്ക് ഹൃദയമില്ലല്ലോ, അതവിടെ പോയി? കർത്താവിന് കൊടുത്തു. ഹൃദയം കർത്താവിന് കൊടുത്തവരൊക്കെ ഒന്ന് കൈപോക്കിക്കേ. I don't know why people are not doing good works, and they have a reason for it. Why? I gave my heart to Jesus. Now I am heartless. We are saved for good works.
സൽപ്രവർത്തികൾക്കായിട്ടാണ് നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എൻ്റെ അർത്ഥം, എനിക്കൊരു പുതുജീവൻ ദൈവം തന്നെങ്കിൽ സൽപ്രവർത്തികൾക്കാണ്. 2025 സൽപ്രവർത്തികൾക്കായിട്ട് നമുക്കൊന്ന് മാറ്റിവെക്കാൻ പ്രിയപ്പെട്ട. ലോഡ് ഓഫ് ഗുഡ് വർക്ക്സ്, ഇറ്റ്സ് നീഡഡ്. ആ കാര്യം ഒന്ന് ഓർക്കണം. ഇനി അടുത്തിട്ട് കൂടത്തിൽ പോകുന്നൊരു കാര്യം, യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 17-ാം വാക്യം വായിച്ച ആദ്യം. ജെയിംസ് ചാപ്റ്റർ 2 വേഴ്സ് 17 ഫസ്റ്റ് ആൻഡ് ദെൻ 20, പിന്നീട് 20. യാക്കോബ് 2:17. അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ. ഇന്ന് ഒത്തിരി പേർക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ടാണല്ലോ വിശ്വാസികളെന്ന് വിളിക്കുന്നത്. പക്ഷെ എൻ്റെ കൂട്ടത്തിൽ എന്തില്ല? പ്രവൃത്തിയില്ല. ഈ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തത് അല്ലെങ്കിൽ നിർജീവമാണ്. 20-ാം വാക്യം. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? അതിൻ്റെ അർത്ഥം, നമ്മുടെ ഈ വിശ്വാസം അത് പ്രവൃത്തിയിലില്ലെങ്കിൽ ആ വിശ്വാസത്തിന് ബൈബിൾ വിളിക്കുന്നൊരു പേരാണ് നിഷ്ഫലം. ഇംഗ്ലീഷ് എന്തുവാ? നമ്മൾ ദേഷ്യം വരുമ്പോൾ പിള്ളേരെ വിളിക്കുന്ന ഒരു പേരാ. എന്താ? യൂസ്ലെസ്. അങ്ങനെ വിളിച്ചിട്ടുണ്ടോ? യൂസ്ലെസ്. വേണ്ട, അവൻ പറയും വിളിച്ചിട്ടുണ്ട്. അയ്യോ, അതെങ്ങനെ ഞങ്ങളറിയാം? എൻ്റെ അമ്മ വിളിക്കുന്ന പേര്. അമ്മേ സൂക്ഷിച്ചൊക്കെ വിളി. അവൻ പറയണം യെസ്, എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ യൂസ്ലെസ്. ഞാൻ എപ്പോഴും കേൾക്കുന്നതാണല്ലോ വീട്ടിൽ. സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചറും എന്താ വിളിക്കുന്നത്? യൂസ്ലെസ്. മക്കളെ, നിങ്ങളെ അല്ല യൂസ്ലെസ് എന്ന് വിളിക്കേണ്ടത്. ഈ പറഞ്ഞ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം കൊണ്ടിരിക്കുന്ന വിശ്വാസിയെ ബൈബിൾ വിളിക്കുന്ന പേരാണ് യൂസ്ലെസ്. ഞാനല്ല. യാക്കോബിനെ ചെന്ന് വഴക്ക് പറഞ്ഞു, എന്നെ അല്ല. അങ്ങനെയൊക്കെ എത്ര യൂസ്ലെസ് ക്രിസ്ത്യൻസ് ഇവിടെ ഉണ്ട്? ഒന്ന് കൈപൊക്കിക്കേ. അറ്റ്ലീസ്റ്റ് ഫ്രം ടുഡേ ഓൺവേഴ്സ് ലെറ്റ് us become യൂസ്ഫുൾ ക്രിസ്ത്യൻസ്. കർത്താവിന് ഉപയോഗമുള്ള, പ്രയോജനമുള്ള, അല്ലേ, ഫലവത്തായ ജീവിതം നമുക്ക് നയിക്കാൻ കർത്താവിന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ നമ്മൾ ദൈവത്തെ ഭയപ്പെടാത്തതിന് മറ്റൊരു കാരണം നമുക്ക് മനുഷ്യരെ ഭയമുള്ളത് കൊണ്ടാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റിലേക്ക് വന്നിട്ട് ഞാൻ നിർത്തുക. Why don't we fear God? There is only one of the reasons, okay? We fear man or men more than God. ദൈവത്തെക്കാട്ടിലും നമ്മൾ മനുഷ്യരെ ഭയപ്പെടുന്നു. സദൃശവാക്യം 29:25, Proverbs chapter 29 verse 25. സദൃശവാക്യം 29:25. മാനുഷ്യഭയം ഒരു കെണിയാകുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവൻ രക്ഷപ്രാപിക്കും. ഒരു കെണിയാകുന്നു. കെണി, ചില തർജ്ജമയെ കണി എന്ന് കണക്ക്. വിഷുക്കണിയല്ല, രണ്ടാണെങ്കിലും ഒന്നാണ്. ഇംഗ്ലീഷിൽ സ്നേർ. എന്താണ് സ്നേർ? ഒരു കണി. കെണി മനുഷ്യനെ ഭയപ്പെട്ട് ജീവിച്ച നിങ്ങൾ ഓൾറെഡി ഒരു എലിപ്പത്തായത്തിനകത്ത് കിടക്കുക. ഓൾറെഡി ഒരു വലയ്ക്കകത്താണ് നിങ്ങൾ കിടക്കുന്നത്. ഇന്നൊരു ആവറേജ് വിശ്വാസിയുടെ പ്രശ്നം, ഒരു തരത്തിലും ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാതെ വണ്ണം ഒരു ബന്ധനത്തിനകത്ത്, ഒരു കൂട്ടിനകത്ത് അടഞ്ഞു കിടക്കുന്നതല്ല. ഏതാണ് ആ കൂട്? മനുഷ്യഭയം അല്ലേ? പക്ഷേ യഹോവയിൽ ആശ്രയിക്കുന്നവനോ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയാം. The fear of man is a snare, whereas the fear of God is security. If you fear God, you have security. If you fear men, that means you are insecure. And once you are insecure and if you are fearing men all the time, you are already in a snare. ഓർത്തോണം, നിങ്ങൾ എന്നും മനുഷ്യനെന്ത് വിചാരിക്കും, മനുഷ്യനെന്ത് പറയും എന്ന് പേടിച്ചാണ് നിങ്ങൾ നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതം നയിക്കുന്നതെങ്കിൽ നിങ്ങൾ ഓൾറെഡി കെണിയിലായി. ഇനി കെണിയിലാവുമെന്നല്ല, കെണിയിലായി. ഈ കെണിയെപ്പറ്റി ഞാൻ ഈ ഇടയ്ക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. എലിപ്പത്തായം. എന്താണ് എലിക്കണി? റാറ്റ് ട്രാപ്പ് അല്ലേ? അറിയാലോ, പണ്ട് എലിയെ പിടിക്കുക ഞങ്ങളുടെ വീട്ടിലൊക്കെ സ്ഥിരമാണ് പണ്ട്. ഇപ്പം കുറേ നാളായിട്ട് ദൈവകൃപയാൽ എലിയില്ല. വലിയ ഫ്ലാറ്റിലൊക്കെയാണ് താമസിക്കുന്നത്, പക്ഷേ എലിക്ക് വല്ലതും അറിയാം ഇത് ഫ്ലാറ്റാണെന്ന്. അപ്പം എലിയെ പിടിച്ചുകൊണ്ടിരുന്നപ്പം ഇന്ന് വരെ ഒരു എലിയും ഒരു ദുരുദ്ദേശത്തോടു കൂടി കണിക്കകത്തോട്ട് കയറിയിട്ടില്ല. എലി ഇങ്ങനെ ഓടി കിടന്നപ്പോൾ ഒരിടത്തൊരു പഴം മുറിച്ച് വെച്ചിരിക്കുന്നു. അതിന് വിശക്കുന്നു, പഴം വേണം.
പഴം കണ്ടപ്പോൾ ഇന്നസെൻ്റായിട്ട് അകത്തോട്ട് കയറിപ്പോയി. പക്ഷേ അകത്തോട്ട് കയറിപ്പോയപ്പോഴാണ് പുറയിലൊരു കതവങ്ങ് അടഞ്ഞത്. അപ്പോഴാണ് മനസ്സിലാക്കിയത് ട്രാപ്പിലായെന്ന്. ഇതുപോലെ നമ്മൾ ചിലപ്പോൾ നിഷ്കളങ്കമായിട്ട് കയറിപ്പോവും. ചില പഴങ്ങളൊക്കെ കാണിച്ച് നമ്മളെയും വിളിക്കും. പക്ഷേ അകത്ത് കയറിക്കഴിയുമ്പം പുറകിലാണ് കതവ് അടയുന്നതെന്നുള്ള ഓർത്തോണം. ഇനി ഏതെങ്കിലും ഒരു എലിക്കണി അകത്ത് പെട്ടിട്ട് താനെ തുറന്ന് ഒരു എലി പുറത്ത് വന്നിട്ടുണ്ടോ? പിന്നെ ആ എലിയുടെ അവസ്ഥ എന്തായിരുന്നു? അതിനെ തല്ലിക്കൊല്ലലായിരുന്നു പിന്നീടുള്ളത്. ഇതുപോലെ നമ്മൾ ഈ മനുഷ്യനെ പേടിച്ച് 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 നമ്മളിങ്ങനെ നടന്നാൽ ചെന്ന് കയറി കൊടുക്കുന്നത് കെണിക്കകത്താണ്. പുറകിൽ കതവടയും, ആരും നമ്മളെ രക്ഷിക്കാൻ കാണത്തില്ല. അവിടെ ദയവായി ഇന്ന് ഗൗരവത്തോട് പറയുക, മനുഷ്യരെ ഭയപ്പെടുന്നത് നമുക്ക് അവസാനിപ്പിക്കാം. മനുഷ്യരെന്ത് പറയും, മറ്റുള്ളവർ എന്നെ പറ്റി ചിന്തിക്കും, ഇത് ചിന്തിച്ചാൽ നമുക്ക് ദൈവത്തിൻ്റെ ഒരു ശിഷ്യനായിരിക്കാൻ കർത്താവിൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല, അല്ലേ? സോ ഡു യു വോണ്ട് ടു ബി ഇൻസൈഡ് എ സ്നെയർ ഓർ ഡു യു വോണ്ട് സെക്യൂരിറ്റി? ആൻഡ് ദ സെക്യൂരിറ്റി ഈസ് ദ ഫിയർ ഓഫ് ഗാഡ്. വാട്ട് ഇസ് ദ സ്നെയർ? ഫിയർ ഓഫ് മാൻ. ഇത് ഇന്ന് നല്ലോണം മനസ്സിലായിക്കോണം, അല്ലേ? അവിടെ ശരിക്കും യോബിനെ പറ്റിയൊരു കാര്യം, യോബ് 1-ാം അധ്യായം 1-ാം വാക്യം, ജോബ് 1:1 വായിച്ചാൽ അവിടെ യോബിനെ പറ്റിയൊരു കാര്യം എഴുതിയിട്ടുണ്ട്. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു. ഇയ്യോബിൻ്റെ 4 കാര്യങ്ങൾ അവിടെ പറഞ്ഞു. പക്ഷെ അതിനകത്ത് ദൈവഭക്തൻ എന്നാ മലയാളത്തിൽ കിടക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ ദ വൺ ഹൂ ഫിയർഡ് ഗോഡ്. ആ ദൈവഭയമുള്ളവൻ്റെ ഗുണമാണ് ദോഷം വിട്ടകലുന്നവൻ. ഇന്ന് നമ്മളെപ്പറ്റി ഇങ്ങനൊരു പരാമർശം പറയും, അയ്യോ അയാളൊരു നല്ലൊരു ദൈവഭയമുള്ള വ്യക്തിയാണ്. അങ്ങനെ പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? അയാൾ ദോഷം കണ്ടാൽ അത് വിട്ട് ഓടിപ്പോകുന്ന ആളാണ്. അതാണ് എൻ്റെ അർത്ഥം. യോസേഫിന് ഈ പറഞ്ഞ പോലെ ഒരു ടെംപ്റ്റേഷൻ ഉണ്ടായ കാര്യം നമുക്കറിയാം. ആദ്യം പൊട്ടക്കുഴി വീണു, പിന്നീട് ഈ പറഞ്ഞ പോലെ ഒരു വീട്ടിൽ കൊണ്ടുപോയി വേലക്കാക്കി. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, ജെനസിസ് ചാപ്റ്റർ 39:9. ജെനസിസ് 39:9, 39:9. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല, നീ അവന്റെ ഭാര്യയാകയാൽ നിന്നെ അല്ലാതെ മറ്റു യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. കണ്ടോ, അവന് ആ വലിയ പ്രലോഭനത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞത്. ഇവിടെ വേറെ ആരുമില്ല, CCTV ഇല്ല, പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ കണ്ണെന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ദൈവഭയം അവൻ്റെ ഉള്ളിലുണ്ടോണ്ട് എന്ത് ചെയ്തു? അവന് ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. ഇന്ന് എത്ര പേരങ്ങനെ ഓടി രക്ഷപ്പെടും പ്രിയപ്പെട്ടവർ? പ്രത്യേകിച്ച് പൗലോസ് ചെറുപ്പക്കാരനായ തിമോത്തിയോസിനോട് പറയുന്നുണ്ട്, ഫ്ലീ യൂത്ത്ഫുൾ ലസ്റ്റ്. എന്താണ്? യൗവന മോഹങ്ങളെ വിട്ടോടാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ വിട്ടോടണമെങ്കിൽ അതിനൊറ്റ വഴിയേ ഉള്ളൂ. എന്താണ്? ദൈവഭയം നമ്മുടെ ഉള്ളിൽ വേണം. ഇന്ന് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുക. എന്താണെന്ന് ആദ്യം മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? ദൈവഭയം കുറഞ്ഞിരിക്കുന്നു. ദൈവസഭയിലും കുറഞ്ഞിരിക്കുന്നു. ദൈവസഭയിൽ കുറയാൻ കാര്യം നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവഭയം കുറയുന്നതാണ്. ഇന്ന് ഉച്ചയെടുക്കുന്ന സമയത്ത് ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? ക്യാൻ വി പ്രേ എ പ്രേയർ? ലോർഡ്, let me have the fear of God in my heart so that there will be fear of God in my family. എൻ്റെ ഉള്ളിൽ ദൈവഭയം ഉണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ദൈവഭയം ഉണ്ടാവും. എൻ്റെ കുടുംബത്തിൽ ദൈവഭയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ സഭയിൽ ദൈവഭയം ഉണ്ടാവും. ഒരു സഭയിൽ ദൈവഭയം ഉണ്ടെങ്കിൽ ആ സമൂഹത്തിൽ, ആ സൊസൈറ്റിയിൽ ഒരു ദൈവഭയം ഉണ്ടാവും. ഒരിക്കലൊരു ഭാര്യയും ഭർത്താവും അവർ ഈ പറഞ്ഞ പോലെ ചർച്ചിൽ വളരെ ആക്റ്റീവായിരുന്നു. ഇത് നടന്ന കഥയാണേ. അവർ രണ്ടുപേരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയിൽ വളരെ ആക്റ്റീവായിട്ട് വർഷങ്ങളായിട്ടിരിക്കുക. പുള്ളിക്കാരത്തിയാണെങ്കിൽ സിസ്റ്റേഴ്സ് ഫെലോഷിപ്പിൽ വളരെ ആക്റ്റീവായിരുന്നു. ഈ പറഞ്ഞ പോലെ എന്ത് പ്രാർത്ഥനയുണ്ടെങ്കിലും അവിടെ ആദ്യം എത്തിയിരിക്കും. ആ പുള്ളിക്കാരൻ്റെ മോശമല്ലായിരുന്നു, അദ്ദേഹം മെൻസ് ഫെലോഷിപ്പിലുണ്ടായിരുന്നു. 8 മണിക്ക് മെൻസ് ഫെലോഷിപ്പ് സൂമിലാവുമ്പം ആദ്യത്തെ ലോഗിൻ അദ്ദേഹമായിരുന്നു. എല്ലാ കാര്യത്തിനും മുന്നിലായിരുന്നു. അവർ രക്ഷിക്കപ്പെട്ടവരായിരുന്നു, സ്നാനപ്പെട്ടവരായിരുന്നു. രണ്ടുപേരും അഭിഷേകം പ്രാപിച്ച് അന്യഭാഷകൾ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. അങ്ങനെ ഇരിക്കുകയാണ്. ഒരിക്കൽ
അവരുടെ ഒരു നിലം വിറ്റു, കുറേ പൈസ കിട്ടി, നാട്ടിലെ കുറേ സ്ഥലം വിറ്റു. ആ പൈസ വീട്ടിൽ കൊണ്ടുവന്നു. പക്ഷെ അന്നത്തെ ഒരു പ്രശ്നം, ഓൺലൈൻ ട്രാൻസ്ഫർ ഒന്നുമില്ല. അവരെന്ത് ചെയ്തു? അപ്പോൾ അന്ന് അവരുടെ ചർച്ചിലൊരു പ്രത്യേകിച്ച് ഒരു കൾച്ചറുണ്ട്. എന്താണെന്നറിയാമോ? എല്ലാവരും ഏക ഹൃദയത്തോടെ കൂടി വരുന്ന സഭയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കഷ്ടപ്പാടുണ്ടെങ്കിൽ, ഒരു കുറവുണ്ടെങ്കിൽ പെട്ടെന്ന് അവരെന്ത് ചെയ്യും? അവരതങ്ങ് നികത്തും. അപ്പം കൂട്ടത്തിൽ ഒരു പടിയും കൂടെ കടന്ന് പലരും അവരുടെ സ്വത്തുള്ളതൊക്കെ വിറ്റു കൊണ്ടുവന്ന് ഈ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. അപ്പോസ്തലന്മാർ അതെടുത്ത് എന്ത് ചെയ്യും? അവരുടെ ബാങ്കിൽ കൊണ്ടിടും, അല്ല ആവശ്യമുള്ളവർക്ക് വീതിച്ചു കൊടുക്കും. ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇവരുടെ നാട്ടിലെ വീട് വിറ്റ് പൈസ കിട്ടിയത്. അവരെന്ത് ചെയ്തെന്നറിയാമോ? പുള്ളി രണ്ടും കൂടെ ആലോചിച്ചു, നമുക്ക് ഇത് കൊടുക്കാമല്ലേ സഭയ്ക്ക്? കൊടുക്കാം. അയ്യോ, ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, നമ്മുടെ കാറിൻ്റെ ഇൻഷുറൻസ് അടുത്ത മാസം തീരും, പിന്നെ നമ്മുടെ രണ്ടുപേരുടെ ഹെൽത്ത് അതും തീരും. അപ്പം അതിന് കുറച്ച് പൈസ വേണം. ഒരു കാര്യം ചെയ്യാം, കുറച്ചെടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ മനുഷ്യൻ്റെ കാര്യമല്ലേ, ഒരാവശ്യം വന്നാൽ കുറച്ച് പൈസ എടുത്ത് മാറ്റി വെച്ചു, കുറച്ചെടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് ബാക്കിയെല്ലാം കൂടെ ഒരു കവറിയിട്ട് കൊണ്ടുവന്നു. കവറിയിട്ട് കൊണ്ടുവരാൻ ഈ പറഞ്ഞ പോലെ അന്ന് കറൻസി ഇല്ല, ചാക്കിലായിരിക്കും കൊണ്ടുവന്നത് നാണയങ്ങൾ, വെള്ളി നാണയങ്ങളൊക്കെ ആയിരിക്കും കൊണ്ടുവന്ന് പാദത്തിലോട്ട് അങ്ങോട്ട് വെച്ചു. അപ്പോഴുണ്ടാ ഈ നാണമില്ലാത്ത പാസ്റ്റർ ഒരു ചോദ്യം. എന്താണ് ചോദിച്ചത്? ഇത്രയ്ക്കാണോ ബ്രദറെ വിറ്റത്? ഇയാൾക്ക് എന്തോന്നിൻ്റെ ആവശ്യം? അതറിയേണ്ട ആവശ്യം പാസ്റ്റർക്ക് എന്താ? എന്നാൽ നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ അപ്പോഴേ ചാക്ക് കൊടുത്തോണ്ട് തിരിച്ചു പോയേനെ. ഈ സഭ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല, കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് വെച്ചാൽ അയാൾ ചോദിക്കുക ഇത്രയ്ക്കാണോ വിറ്റതെന്ന്. അയാൾ എന്തിനാ അതറിയുന്നത്? അപ്പോസ്തലന്മാരുടെ രീതി കണ്ടോ? മോത്ത് നോക്കിയിട്ട് ഇത്രയ്ക്കാണോ വിറ്റത്? ഉടനെ ഇയാൾ പെട്ടെന്ന് അത്രയ്ക്കാണ് വിറ്റത്. പറഞ്ഞു തീർന്നില്ല, ഇയാൾ താണ്ടേ സ്ലെയിൻ ഇൻ ദ സ്പിരിറ്റ് അല്ല, സ്ലെയിൻ ബൈ ദ സ്പിരിറ്റ്. എവിടാ? കൊന്നു, ആത്മാവങ്ങ് കൊന്നു. നേരെ അപ്പോസ്തലൻ്റെ കാലിലോട്ട് വീണ് പ്രാണനെ വിട്ടെന്നാണ് ഇരിക്കുന്നത്. കാലിൽ പണം വയ്ക്കാനാണ് വന്നത്, ഇപ്പോൾ ആൾ തന്നെ അങ്ങ് വീണു. എങ്കിൽ ഉടനെ വീട്ടിൽ വിളിച്ച് പറയണ്ടേ, വേണ്ട നിങ്ങളുടെ ഭർത്താവ് മരിച്ചു വന്ന് എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോസ്തലൻ അടുത്ത അധികാരവും അങ്ങ് എടുത്തു. അവിടെ നിന്ന് പയ്യന്മാരുടെ വന്നവനടുത്ത് കുഴിച്ചിടാൻ പറഞ്ഞു. ബാല്യക്കാർ കൊണ്ട് അങ്ങ് കുഴിച്ചിട്ടെന്ന് ഭാര്യയെ പോലും അറിയിച്ചില്ല. ഇത്തിരി ദ്രോഹം നോക്കണം ഈ സഭ ചെയ്തത്. ആഫ്റ്റർ സം ടൈം ദ വൈഫ് വാക്സ് ഇൻ, പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. ഉടനെ അയാൾ എത്രയ്ക്കാണ് വിറ്റത്? ഷെടാ അച്ഛൻ പറഞ്ഞില്ലേ? ഉടനെ അടുത്തത്, വൈ ആർ യു ലൈയിങ് ടു ദ ഹോളി സ്പിരിറ്റ്? You both have agreed to lie to the Holy Spirit. The guys who buried your husband, they are still there. They will bury you. പറഞ്ഞു തീർന്നില്ല. This lady also fell down and died. ബൈബിളിൽ അറിയാമോ, അവിടെയാണ് ബാല്യക്കാർ അവരെ കുഴിച്ചിട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. പകരം സ്തേഫാനോസ് മരിച്ചപ്പം ഭക്തിയുള്ള പുരുഷന്മാർ അവനെ അടക്കം ചെയ്തു. അടക്കം ചെയ്യുന്നതും കുഴിച്ചിടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി ഒന്ന് ഓർക്കണം, ഈ കപ്പിൾ രക്ഷിക്കപ്പെട്ടവരായിരുന്നോ? ആണ്. സ്നാനപ്പെട്ടവരായിരുന്നോ? അതെ. അഭിഷേകം പ്രാപിച്ചിരുന്നോ? തീർച്ചയായിട്ടും. വേർപെട്ട കൂട്ടായ്മയിലായിരുന്നോ? അതെ. കൊടുക്കുന്നവരായിരുന്നോ? അതെ. എല്ലാ മിനിസ്ട്രിയിലും ഇവരുണ്ടായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവിനോടൊരു വ്യാജം കാണിച്ചു എന്ന് പറഞ്ഞ് കരുണയില്ലാതെ ദൈവം രണ്ടുപേരെ അങ്ങ് ശിക്ഷിച്ചു. ഇനി പറ, ഇത് മോശയുടെ കാലത്തോ പ്രവാചകന്മാരുടെ കാലത്തോ മലാഖിക്ക് മുമ്പോ? ഇതെവിടാ? ഇത് അപ്പോസ്തല പ്രവൃത്തികളിൽ. ഏത് യുഗത്തിലാണ്? കൃപായുഗത്തിൽ. കൃപായുഗത്തിൽ ഇത് ചെയ്യാൻ ദൈവത്തിന് കൊള്ളാമോ? പക്ഷെ ദൈവം ചെയ്തു. ആ സംഭവം കഴിഞ്ഞപ്പോൾ ആ സഭയിലെ ദൈവഭയം എങ്ങനെയായിരുന്നിരിക്കും? ആ സഭയെക്കുറിച്ച് ചുറ്റുപാടുമുള്ളൊരു ഭയം എന്തായിരുന്നിരിക്കും? ആൾക്കാർ പറയുമായിരിക്കും വെളിയുടെ കളിക്കരുത്, ആ സഭയോട് കളിക്കരുത്. ഞങ്ങൾ ഇടയ്ക്ക് കണ്ടാണ്, അതുകൊണ്ട് ആ സാറും ഭാര്യയും ഡമോ. ഇതുപോലൊരു ന്യായവിധി പത്രോസ് പറയുന്ന പോലെ ദൈവഗ്രഹത്തിൽ ദൈവത്തിൻ്റെ ന്യായവിധി തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും പ്രിയപ്പെട്ടവരെ? ഞാൻ ആരെയും പേടിപ്പിക്കാൻ പറയല്ല, ദൈവവചനമാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ന്യായവിധി ദൈവം താമസിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ, അനുദപിക്കാനും മാനസാന്തരപ്പെടാനും ഒരു ചാൻസും കൂടെ ദൈവം തരിക. ഇന്നലെ ഇവിടെ വൈകുന്നേരം ഞങ്ങൾ പ്രാർത്ഥനയിലിരുന്നപ്പം ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഇടപെട്ടു പലരിലൂടെ. അതിലൊരു സഹോദരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറകെ പോയി നെടുമ്പാടോടെ വീണ് കിടന്ന് കരയുന്ന കണ്ടു.
എന്നിട്ട് അത് എഴുന്നേറ്റ് വന്ന് എൻ്റെ ചെവി പറഞ്ഞു, ദൈവം ഒരു ചോദ്യം എന്നോട് ചോദിച്ചു. എൽഡേഴ്സായ നിങ്ങൾ നിങ്ങളുടെ മുമ്പിലുള്ള തിമോത്തിമാസുമാരുടെ മുമ്പിൽ മാതൃകയുള്ളവരാണോ എന്ന് ചോദിച്ചു. യു ആസ് എൽഡേഴ്സ് ആർ യു എ ടെസ്റ്റിമണി, ഗുഡ് ടെസ്റ്റിമണി ബിഫോർ യുവർ തിമത്തീസ് എന്ന് ദൈവം എന്നോട് ചോദിച്ചു പാസ്റ്ററെ. ഞാൻ വാവൂട്ടിപ്പോയി, നെടുമ്പാട് കരഞ്ഞിട്ട് വന്ന് എൻ്റെ ചെവി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേറൊരു സഹോദരി എന്നോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, മാനസാന്തരപ്പെട്ട് സഭ മടങ്ങി വന്നില്ല എങ്കിൽ, സഭയെന്ന് പറയുമ്പോൾ ലോക്കൽ ചർച്ച എന്നുള്ള അർത്ഥത്തിലല്ല, ദൈവസഭ മടങ്ങി വന്നില്ല എങ്കിൽ നേതൃത്വത്തിൽ തുടങ്ങി താഴേക്ക് ദൈവം ഒരു ന്യായവിധി അയക്കുമെന്ന് കൊടുക്കും. ഞാൻ ദൈവസന്നിധിയിലാണ് നിന്ന് പറയുന്നത്. നേതൃത്വം എന്ന് പറയുമ്പോൾ ഞാനും അതിൽ പെടും. ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളോടും പറഞ്ഞു, നമുക്ക് സാക്ഷി ആയവൻ ദൈവമുണ്ട് മുകളിൽ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയിലും സാക്ഷിയാണ്. ലെറ്റ് us repent, let us come back, let us have the fear of God back in our lives. Let the fear of God come back to the church before the judgment of God starts in God's church. Let the fear of God come back to the church. How many will pray a prayer? Lord, I tremble before you. നിൻ്റെ മുമ്പിൽ ഞാൻ വിറയ്ക്കുന്നപ്പാ. കളിയെല്ലാം മാറട്ടെ. കളി കാര്യമാവുന്നൊരു കാലത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ഇനി കളിച്ച് നടന്നത് മതി പ്രിയപ്പെട്ടവരെ. നമുക്ക് അനുദപിക്കാം, നമുക്ക് മടങ്ങി വരാം, കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ട്, കർത്താവേ ഞങ്ങൾ മടങ്ങി വരുന്നപ്പാ, ഞങ്ങൾ മടങ്ങി വരുന്നു. കളിച്ചതൊക്കെ മതി കർത്താവേ. നിസ്സാരമായി കഴിച്ചുകൂട്ടിയ കാലങ്ങളെക്കുറിച്ച് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നപ്പാ. അറിവില്ലാത്ത കാലങ്ങൾ അതും ക്ഷമിക്കണമേപ്പാ. ഇനി ഞങ്ങൾ അറിഞ്ഞപ്പാ, അവിടെ ഞങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞു. ഞങ്ങൾ കേട്ടിരിക്കുന്നു കർത്താവേ. കേട്ടിട്ട് ഞങ്ങളെ ചതിക്കാതെ വണ്ണം ഈ കേട്ടത് കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാൻ ഞങ്ങൾക്കേവർക്കും ഇടയാക്കണമേ. അടിയനിടയാക്കണമേ, എൻ്റെ സഹോദരങ്ങൾക്കിടയാക്കണമേ, ഞങ്ങളെ കേൾക്കുന്ന കാണുന്ന എല്ലാവർക്കും ഇടയാക്കണമേ. ദൈവസഭ മടങ്ങി വരട്ടെ കർത്താവേ. ദൈവഭയം ദൈവസഭയിലേക്കും മടങ്ങി വരട്ടപ്പാ. അവിടെ നിന്ന് വൻ കാര്യങ്ങൾ വരും നാളുകളിൽ സഭകളിലൂടെ അങ്ങ് ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. അതിനായിട്ട് ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് തരുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.